മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് പ്രത്യേക പാക്കേജോ അടിയന്തര ധനസഹായം അനുവദിക്കാത്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം നടക്കുകയാണ്. കൽപ്പറ്റ ടെലിഫോൺ എക്സ്ചേഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ വളഞ്ഞു. സുർജിത്ത് അയ്യപ്പത്ത് കൽപ്പറ്റയിൽ നിന്നും തത്സമയം ചേരുന്നു. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്? ഗുഡ് മോർണിംഗ് SKN. ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പറ്റ ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ മുമ്പിലാണ്. ഇവിടെയാണ് ഇത്തരത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തേക്ക് ജീവനക്കാർ ഉൾപ്പെടെ കയറ്റാതെയാണ് സമരം. ഗേറ്റ് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവർ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ എന്നുള്ളതാണ്. കാരണം ഇതുവരെ അടിയന്തര ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. ഈ പശ്ചാത്തലത്തിലാണ് ഇങ്ങനൊരു സമരത്തിലേക്ക് ഡിവൈഎഫ്ഐ എത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് നിങ്ങൾ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ചൂരൽമല ദുരന്തമുണ്ടായി ഇത്ര ദിവസങ്ങൾ പിന്നിടുമ്പോഴും യാതൊരു തരത്തിലുള്ള ഫണ്ട് അനുവദിക്കാനോ അതുപോലെ തീവ്ര സ്വഭാവമുള്ള ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനും പോലും തയ്യാറാവാതെ കൊടും വഞ്ചനയാണ് കേന്ദ്ര സർക്കാർ വയനാട്ടിലെ ചൂരൽമല ദുരിതബാധിതരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഓഫീസ് വളഞ്ഞുകൊണ്ട് ഈ ടെലിഫോൺ എക്സ്ചേഞ്ച് ഉപരോധിച്ചുകൊണ്ടുള്ള സമരമാണ് നടത്തുന്നത്. വരും ദിവസങ്ങളിലും അതിശക്തമായ പ്രക്ഷോഭം ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഡിസംബർ മാസം 2-ാം തീയതി വയനാട്ടിലെ യുവജനങ്ങളുടെ ആകെ പ്രതിഷേധം എന്ന നിലയിലേക്ക് മനുഷ്യച്ചങ്ങല മേപ്പാടിയിൽ തീർത്തുകൊണ്ടുള്ള പ്രതിഷേധം ഉൾപ്പെടെയുള്ള സമരങ്ങൾ നടത്താനാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചത്. അടിയന്തരമായി ഈ നിലപാടിൽ നിന്ന് തിരുത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം. വയനാട്ടിലെ ചൂരൽമലയിലെ ദുരന്തബാധിതരോട് അല്പമെങ്കിലും മനുഷ്യത്വം കാണിക്കാൻ തയ്യാറാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് CPIMന്റെ നേതൃത്വത്തിലും തുടർ പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുണ്ട്. CPIMന്റെ നേതൃത്വത്തിൽ ഇന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്കാണ് മാർച്ച് നടത്തുന്നത്. അത് ദുരന്തബാധിതരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മാർച്ചാണ് CPIM സംഘടിപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിൽ വലിയൊരു രാഷ്ട്രീയ വിഷയമായി ഈ വിഷയത്തെ മാറ്റുകയാണ് വിവിധ കക്ഷികളുടെ നേതൃത്വത്തിൽ. അത്തരത്തിൽ ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭത്തിനാണ് ഇത്തരത്തിൽ ഉള്ള പ്രസ്ഥാനങ്ങളും സംഘടനകളും തയ്യാറായി വന്നിരിക്കുന്നത്. എന്തായാലും ഇതിൽ നടപടി വേണം. ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണം എന്നുള്ള ആവശ്യം, വയനാടിന് പ്രത്യേക പാക്കേജും നൽകണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഈ സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉന്നയിക്കുന്നത്. SKN.